എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത്. ആര് നിന്നോട് ഞാൻ ചോദിക്കുന്നത് എന്റെ കിറ്റ് എടുത്താ? സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് ബിഗ് ബോസ് തന്നെയാണ്. അതിലിപ്പം ബിഗ് ബോസിൽ നടക്കുന്ന ഏറ്റവും വലിയ കണ്ടന്റാണ് ആര്യയും ഗിസയിലും. അവർ തമ്മിൽ കിസ് ചെയ്തു, അവർ ഒരു ബെഡിൽ കിടന്ന കാര്യവും കിസ് ചെയ്ത കാര്യമൊക്കെയാണ് അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 5 വൈൽഡ് കാർഡ് എൻട്രീസ് വന്നു. വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിൽ അതിൽ കുറച്ച് പേരുടെ പേര് എനിക്ക് ഓർമ്മയുള്ളൂ. അതിൽ ആരോ ഒരാൾ ഇതിന് തിരികൊളുത്തി വിട്ടിട്ടുണ്ട്. അത് ഏറ്റുപിടിച്ച് അനുമോള്. എന്തോ ആയിക്കോട്ടെ, അവർ അതായത് ആര്യനായാലും ഗിസയിലായാലും ഈ 2 പ്ലേയേഴ്സിന് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല, അതായത് പേഴ്സണലി താല്പര്യമില്ലാത്ത 2 പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ കിസ് ചെയ്യുകയോ ഇല്ലയോ അതൊന്നും അവരറിയേണ്ട കാര്യമില്ല, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അറിയേണ്ട കാര്യമില്ല. കിസ് ചെയ്താലും ഇല്ലെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എന്താണ് പ്രശ്നം? ഇപ്പം അനുമോൾക്ക് എന്താണ് പ്രശ്നം? അതിപ്പം പുറത്ത് പറഞ്ഞാലും ആദ്യം റിയാക്ട് ചെയ്ത ഒരു രീതിയുണ്ട്. അതായത് കിസ് അവർ എടുത്ത വായിലങ്ങ് ചോദിക്കണമായിരുന്നു, കിസ് ചെയ്തു, എന്താ നിനക്ക് പ്രശ്നം ഇപ്പം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആര്യനും ഗിസയിലും ഒരേ സ്റ്റാൻഡിൽ അങ്ങ് നിന്നിട്ട് കിസ് ചെയ്താലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്ന ഒരൊറ്റ ചോദ്യം അങ്ങ് ചോദിച്ചിരുന്നെങ്കിൽ അതവിടെ തീർന്നനെ. ഇത് ആര്യം വന്ന് ഓവറാക്കി അവിടെ ചളമാക്കി അത് ഏറ്റവും വലിയൊരു പ്രശ്നമാക്കി മാറ്റി. അവർ ഇച്ചിരി മെച്ചോർഡായിട്ട്, അല്ലെങ്കിൽ ഒറ്റ ചോദ്യം മതിയായിരുന്നു, നമ്മൾ കിസ് ചെയ്യുകയോ കിസ് ചെയ്യാതിരിക്കുകയോ ചെയ്യും, അത് നിന്റെ കാര്യമല്ല അനുമോളെ എന്ന് പറഞ്ഞാൽ അവിടെ തീരും. അനുമോൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ പറയാനായിട്ട്. എന്തോ ആയിക്കോട്ടെ, ഇത് വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കി. ആര്യം വന്ന് നിന്ന് ഞാൻ നോക്കിയപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. എന്തിനാണ് ഇത്ര സീൻ ഉണ്ടാക്കുന്നത്? പിന്നെ ആരും കരഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ, കാരണം അവൻ്റെ കണ്ണീരിന് മാത്രമല്ല അവിടെ വാല്യൂ ഉള്ളത്. ആ രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അവൻ്റെ കണ്ണീരിന് മാത്രമാണ് വാല്യൂ ഉള്ള രീതിയിലാണ് അവൻ അവിടെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. ബാക്കി ആര് കരഞ്ഞാലും നോ വൺ കെയേഴ്സ് എന്ന രീതിക്കാണ് അവൻ നടക്കുന്നത്. അത് അവൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പ്ലെയറാണ്, ഒട്ടും താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് ഗിസയിൽ ഹ്യൂമാനിറ്റിയുടെ കാര്യം ഒരു 100 വട്ടം പറയുമെങ്കിലും അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒരു രീതിക്കുള്ള ഹ്യൂമാനിറ്റി ഞാൻ കണ്ടിട്ടില്ല ഗിസേലിൻ്റെ ഭാഗത്ത് നിന്ന്. പുള്ളിക്കാരിയുടെ ഭാഗത്തോട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഹ്യൂമാനിറ്റി റൈസ് ആകുന്നത്. പുള്ളിക്കാരുടെ സൈഡിലോട്ടും ആര്യൻ്റെ സൈഡിലോട്ടും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഹ്യൂമാനിറ്റി കൊണ്ടളവുന്നത്. ആ ഒരു പ്രശ്നം, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഈ കിസ് ചെയ്ത പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, കിസ് ചെയ്ത പ്രശ്നം അവിടെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന കാര്യമുള്ളായിരുന്നു. അതുപോലെ ഈ 5 വൈൽഡ് കാർഡ് എൻട്രീസ് വന്നു. അതിലേതോ ഒരാളാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് അകത്ത് വന്ന് പറയാമോ? അതായത് പുറത്ത് അവരെന്തോ കണ്ടോട്ടെ, ഷോസ് കണ്ടിട്ടാണ് വരുന്നത്. ഇത്ര നാളത്തെ എപ്പിസോഡ് അവരെന്തായാലും കാണും, അതിനുശേഷമാണ് എൻട്രി വരുന്നത്. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ പുറത്ത് എന്താണ് അവർ കണ്ടത് എന്തൊക്കെ ആണ് കേട്ടത് എന്നൊക്കെ ഇവിടെ വന്ന് പറയാമോ? അതെൻ്റെ ഒരു ഡൗട്ടാണ്. ഇനി ഇവിടെ നടന്ന കാര്യമായതുകൊണ്ട് പറയാമോ എന്നും എനിക്കറിയില്ല. ഇനി അതിൽ ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇതെങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കോമഡി ആയിരിക്കും. അവരുടെ പേഴ്സണൽ കാര്യമൊക്കെ എടുത്ത് ഇനി അത് ചോദിച്ച് ലാലേട്ടൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പിച്ചി മാന്തി ഉമ്മ വെച്ച് ഇതൊക്കെ അങ്ങേര് അവിടെ നിന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണ്, ഫ്രീ ആയിട്ടൊന്നും അല്ല പുള്ളിക്കാരൻ ആ ഷോ ചെയ്യുന്നത്, ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും അങ്ങേര് ഒരു ഹ്യൂമൻ ബീങ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എനിക്കാണെങ്കിൽ ചളുപ്പ് തോന്നും അവിടെ നിന്നിട്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ ചോദിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ, പൈസ വാങ്ങി തന്നെയാണ് ആ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങേരൊരു മനുഷ്യനല്ലേ, എങ്ങനെ ചോദിക്കും ഈ ചോദ്യമൊക്കെ? ആ ബിന്നി അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു, ലാലേട്ടൻ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ ചോദിക്കും? അത്രയ്ക്ക് നാണക്കെട്ട കേസുകളാണ്. അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. അനുമോക്കൊന്നും വേറെ ജോലിയില്ലേ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. കാര്യങ്ങൾ വരിക, പറയുക, പോവുക. ഇനി എങ്ങനെ കിടന്നു, എങ്ങനെയൊക്കെ പുതപ്പ് മൂടി, അതിൻ്റെ അകത്ത് എന്താണ് നടന്നത്, അതിന് കൂട്ടു നിൽക്കാൻ മസ്താനി. രണ്ടിൻ്റെ തലയ്ക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മസ്താനി ഇങ്ങനെ മോഡേണായിട്ട് നടക്കുന്നതെങ്കിലും മേ ബി പുള്ളിക്കാരിയുടെ ഗെയിം ആയിരിക്കാം. ഭയങ്കര ഒരു കുലസ്ത്രീ വൈബ് എനിക്ക് അടിക്കുന്നുണ്ട്, പുള്ളിക്കാരിയുടെ സംസാരമായാലും പ്രവൃത്തിയായാലും എന്തായാലും. പിന്നെ കൊടുത്തു വിടേണ്ടത് അപ്പോഴപ്പോഴും കൊടുത്തു വിടുന്നുണ്ട്, ഈ റെനയ്ക്കായാലും. പിന്നെ ആർക്കോ ഒരാൾക്ക് നല്ല പോലെ ഒരു ഇത് കിട്ടിയായിരുന്നു മസ്താനിയുടെ കയ്യിൽ നിന്ന്. അത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. റെനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് രേണുസുതി അത് ചുമ്മാ ഒരാവശ്യമില്ലാതെ ട്രിഗർ ചെയ്തതാണ്. ഒരാവശ്യമില്ലാതെ സുധിയുടെ കാര്യമൊക്കെ എടുത്തിട്ടു. അതെന്തിനാണോ എന്തോ, അത് ഒരു വൃത്തികെട്ട പ്ലാനാണ്. സോറി, ഗെയിമിംഗ് ആണ്. അതായത് മരിച്ചു പോയവരെയൊക്കെ എടുത്തിട്ട് എന്തിനാണ് വെറുതെ? അതിൻ്റെ ആവശ്യമൊന്നും എന്താണ്?
പിന്നെ അന്നൊരു ദിവസം ഒരു ദിവസം വന്ന ദിവസം, അതായത് മസ്താനി ആ 5 വൈൽഡ് കാർഡ് വന്ന ദിവസം ശരിയാണ്, നമ്മുടെ രേണു സുധി വന്ന് ആ സോഫയിൽ നിന്ന് എണീറ്റ് പാട്ടൊക്കെ പാടി വന്ന് ഡാൻസ് കളിച്ചു. മസ്താനി വന്ന് എന്തോ എന്തോ കണ്ടന്റ് തരാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞപ്പം എന്തോ ഒരു ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി. ഇത്രയും നാൾക്ക് ശേഷം ചേച്ചി ഒന്ന് എണീറ്റ് സംസാരിച്ച് ഒന്ന് ആക്റ്റീവായിട്ട് കണ്ടു. ശരിയാണ്, മസ്താനി വന്ന് കണ്ടന്റ് കൊടുത്തത് കൊണ്ടാണ് രേണുസുതി എണീറ്റത്. അത് സത്യമാണ്, അതിൻ്റെ അകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ സോഫയ്ക്കകത്ത് ഇരുന്ന് തിന്നും കുടിച്ചും മറ്റേ ആ റോബോട്ട് പട്ടിയുണ്ടല്ലോ ട്രോളൊക്കെ കിടക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് കാണാൻ പറ്റാത്ത രണ്ട് വ്യക്തി, ഒന്ന് ആ റോബോട്ട് ഡോഗും, രണ്ട് ഈ രേണുസുതിയും. അത് സത്യമാണ്, ക്യാമറയിലെങ്ങും പെടുന്നത് പോലുമില്ല. ഇത്രയും ക്യാമറയിൽ പെടാതെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ 5 പേര് വന്നപ്പോൾ സൈഡായി പോയ കുറേ പേരുണ്ട്. അവരെല്ലാവരും നോമിനേഷനിൽ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഈ പുതിയ 5 പേരും നമ്മുടെ നെവിൻ, ക്യാപ്റ്റനായ നെവിൻ മാത്രമേ നോമിനേഷന് വരാതുള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് നോക്കി കളിച്ചില്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒറ്റ അടിക്ക് അങ്ങ് തീരും. പിന്നെ പറയാനുള്ളത്, 5 പേര് വന്നപ്പോൾ തന്നെ ഒരു പണി കൊടുത്തു. പണിയല്ല, മീൻസ് ഒരു ടാസ്ക് കൊടുത്തു. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ, അതായത് തീരുന്നത് വരെയും ഒരാൾക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അക്ബറാണെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യം. എനിക്കും തോന്നിയിട്ടുണ്ട് അക്ബർ ക്യാപ്റ്റനായ അവിടെ ഫേവറിസം കാണിക്കുമെന്ന്. അത് അവർ എടുത്തു പറയുക തന്നെ ചെയ്തു. ഗ്രൂപ്പിസം പൊളിയാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാ ഗ്രൂപ്പിസം പൊളിയണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുക. അല്ലാതെ ഓരോ ഗ്രൂപ്പിൽ കയറി അടഞ്ഞിരുന്നിട്ട് റന ഫാത്തിമയൊക്കെ ഒരു പാവ പോലെയാണ്, കീ കൊടുത്ത പാവ പോലെയാണ്. ആ ശരത്തും നമ്മുടെ ഈ അക്ബറും എന്ത് കീ കൊടുത്തു വിടുന്നോ അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ശത്രു ആരാണോ അതാണ് റെനയുടെ ശത്രു. ഇതാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന, എനിക്ക് ഇപ്പോഴും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നു എന്ന് തോന്നുന്നത് അനീഷ് മാത്രമാണ്. ഒരു ഗ്രൂപ്പിലും ഇല്ലെന്നാണ് തോന്നുന്നതല്ല, ഒരു 80% പുള്ളിക്കാരൻ അങ്ങനെ ഗ്രൂപ്പിൽ വന്നിരുന്ന ഡിസ്കഷനോ അതിൽ പറയുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് ഇറങ്ങിയ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സൗഹൃദവും ഞാൻ സൂക്ഷിക്കത്തില്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാവരും വരുന്നു, ഗെയിം കളിക്കുന്നു, പോകുന്നു. അതിനപ്പുറം അവിടെ ഒരു ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. അത് വന്ന ദിവസം ആ ഒരു വീക്കിൽ തന്നെ അനീഷ് വ്യക്തമാക്കിയതാണ്. നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. വീട്ടിൽ പോലും വരണ്ട എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അത് ഓപ്പൺ ആയിട്ടങ്ങ് പറഞ്ഞു. വളരെ നല്ല കാര്യം. ഫേക്കായിട്ട് നിൽക്കുന്നില്ലല്ലോ പലരെയും പോലെ. ഫേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശൈത്യയും അനുമോളും തമ്മിൽ നല്ല ഒരു കൊമ്പ് കോർക്കൽ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇന്നലെ മസ്താനി വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്ന് ശൈത്യം പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തുവാ അവിടെ പോയി കിടന്നു പോയതാണ്, മീൻസ് അനുമോളുടെ കൂടെ കിടന്ന, മീൻസ് ബെഡ് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവിടെ പോയി കിടക്കേണ്ടി വന്നത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആദില എന്നൂറ പറയുന്നുണ്ട്, വേണമെങ്കിൽ നമ്മുടെ ബെഡിൽ വന്ന് കിടന്നോളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം 5 വൈൽഡ് കാർഡ് വന്ന ശേഷം നല്ലപോലെ മീൻസ് നല്ലപോലെ ഒരു ധൈര്യം വന്നിട്ടുണ്ട് നമ്മുടെ അനുമോക്ക്. പ്രത്യേകിച്ച് ആ ജിഷിനെ കണ്ടപ്പോൾ. സ്റ്റാർ മാജിക്കിൻ്റെ കൂടെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്നതാണല്ലോ, അനുമോളെ എന്ന് വിളിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നപ്പോൾ അനുമോള് തന്നെ പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു ധൈര്യം വന്നതുപോലെ തോന്നുന്നു, കളിക്കട്ടെ, നല്ലപോലെ കളിക്കട്ടെ. ബട്ട് ഇങ്ങനത്തെ മറ്റേ ചീപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. എന്തുവാ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സംസാരിക്കുക. അത് അവരുടെ പ്ലാനായിരിക്കും. പക്ഷേ ഈ ഡെമോൺസ്ട്രേഷനൊന്നും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഇത്ര പേരുടെ മുമ്പിൽ അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് എനിക്കത് കാണിച്ചു തന്നാലേ പറ്റത്തുള്ളൂ എന്നാണ് അനുമോൾ പറഞ്ഞത്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ജസ്റ്റ് അവിടെ വന്ന് നിൽക്കുക, ഇങ്ങനെ സംഭവിച്ചു, ഞാൻ കണ്ടു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്ര മതി. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞാൽ മതി. അതവിടെ തീർന്നു. ഇനി മസ്താനും അവരും കൂടെ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു അത് കാണാനായിട്ട് കുറേ എണ്ണം. അതിൻ്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഗിസയിലും ആരെങ്കിലും വന്നൊന്ന് പറയണം, നമ്മൾ കിസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ, നമ്മുടെ കാര്യം നമ്മൾ നോക്കും. ഇത്രയും അവിടെ പറഞ്ഞാൽ അവരുടെ വാ അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പകരം ആരും അവിടെ കിടന്ന് ഓവറാക്കി അനുമോളെ അടിക്കാൻ പോകുന്നു, ചാർജ് ചെയ്തങ്ങ് പോകുന്നു. ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ചുമ്മാ ഷോയാണ്. അത് മറ്റൊരു കാര്യം. അതിനകത്ത് പറയുന്നത് കറക്റ്റാണ്, പാൽക്കുപ്പിയാണ്, ഒരു കാര്യവുമില്ല. എന്തൊക്കെയാണോ എന്തോ, ഒരു സെക്കൻഡിൽ ആ മുഖത്തും മിന്നിമൈന എക്സ്പ്രഷൻസ് കാണണം. അവിടെ അതിൻ്റെ അകത്ത് സമ്മതിക്കണം കേട്ടോ, അവനെ സഹിക്കുന്ന. അതും അക്ബറും അപ്പാനെയൊക്കെ അവൻ എന്ത് ചെയ്താലും ഇങ്ങനെ താങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വലിയ കാര്യത്തിൽ ഇത് പറയുന്നുണ്ട്. അവർ 3 പേരും ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരു രീതിയിലും തകർക്കാൻ പറ്റില്ല ആർക്കും,
അതാണ് ഇതാണ്. പക്ഷെ ഗെയിം വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആവും, എന്തൊക്കെയോ തള്ളി വിടുന്നുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം 2 എപ്പിസോഡ് ഒരു എപ്പിസോഡിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ എപ്പിസോഡ്, അതായത് ഇന്നലത്തെ എപ്പിസോഡ്, ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ ലൈവ് അങ്ങനെ ഞാൻ കാണാറില്ല. ഒരു ദിവസം ഇന്നലെയാണ് ഞാൻ ലൈവ് കണ്ടത് കുറേ നാൾക്ക് ശേഷം. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഫേസ്ബുക്ക് എന്തോ സ്ക്രോൾ ചെയ്തപ്പം ഇങ്ങനെ അനുമോളും ഇവനും തമ്മിൽ അടിയായി, മീൻസ് ആര്യനും തമ്മിൽ അടിയായി എന്നൊക്കെ വീഡിയോ കണ്ടു. സോ ഇരുന്ന് ലൈവ് കണ്ടു. ഞാൻ വിചാരിച്ചു നല്ല അടിയായി, ആര്യനെയൊക്കെ പുറത്താക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ലൈവ് കുറച്ച് നേരം കണ്ടു. പക്ഷെ അല്ല, അവർ മറ്റേ കാര്യം ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതായത് കിസ് വെച്ച സീന് കാര്യങ്ങൾ അവിടെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. അനുമോൾ വന്ന് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു രംഗമാണ് ഞാൻ കണ്ടത്. അപ്പം മനസ്സിലായി എന്തായാലും അടിച്ചിട്ടൊന്നുമില്ല, എന്തായാലും അടിക്കാനും പോണില്ല, അതിനുള്ള ധൈര്യമൊന്നുമില്ല. അത് മറ്റൊരു കാര്യം. പാൽക്കുപ്പി തന്നെയാണ് കുന്നംകുളം കപ്പൂർ. ഒട്ടും താല്പര്യമില്ല എനിക്ക് അവനെന്ന് പറയുന്നത്. അതായത് എല്ലാവരോടും പുച്ഛമാണ്, നിങ്ങൾ കണ്ടതാണല്ലോ. ഈവൻ ലാലേട്ടൻ എന്ന് പറയുന്നത് പോലും അവന് പുച്ഛമാണ്, ബിഗ് ബോസിനോട് പുച്ഛമാണ്. എന്തോ ഭയങ്കര സൂപ്പർ സ്റ്റാർ എന്നാണ് വിചാരം. എന്നാണ് നൂറ എന്തോ ഊക്കി വിടുന്നുണ്ട്, നൂറ ആദിലയോ എന്തോ. അവനെ പോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന്. അപ്പം എന്തോ അതിലെന്തോ പറയുന്നുണ്ടായിരുന്നു, എന്തോ നീ സൂപ്പർ സ്റ്റാർ അല്ല, 5 സ്റ്റാർ പോലും അല്ലെന്ന്, അങ്ങനെ എന്തോ തട്ടിവിട്ടു. പുള്ളിക്കാരൻ നല്ലപോലെ കൊള്ളുകയും ചെയ്തു, എണീറ്റ് പോവുകയും ചെയ്തു. അപ്പം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഊക്ക് കിട്ടുന്നുണ്ട്. ഷോ ആണ് അവൻ. എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞ് ഷോ ആണ്, ആറ്റിറ്റ്യൂഡ് ഇട്ട് അങ്ങ് നടക്കും. എന്തോ അവൻ്റെ കാര്യങ്ങൾ മാത്രം അവൻ വാല്യൂ ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ അവൻ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. അവൻ്റെ കാര്യം വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അവൻ കരഞ്ഞാൽ പ്രശ്നമാണ്, അവന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് അവന് പ്രശ്നമാണ്. അതങ്ങനത്തെ ഒരെണ്ണം. അതവിടെ ആരും അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. നീ ചെയ്യുമ്പോൾ അത്ര, അതായത് ആരും ചെയ്യുമ്പോൾ അത്ര അത് തമാശയും, അനുമോൾ അത് തിരിച്ചു ചെയ്യുമ്പോൾ അത് സീരിയസ് ആവുന്നത് എങ്ങനെയാണെന്ന് ജിഷിനാണെന്ന് തോന്നുന്നു ചോദിച്ചു. ഒരു ഉത്തരവില്ല അവന്. അപ്പം തുടങ്ങി പോടാ പോടാ, മറ്റേ അവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, കാണാമോ അടിച്ച്. കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.